ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ചാനൽ എങ്ങനെ പോയത്, പഴയ ചാനൽ എങ്ങനെയാണ് പോയത്, മറ്റേതെങ്ങനെ സ്ട്രൈക്ക് കിട്ടി, അങ്ങനെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഫോൺ വാങ്ങുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ, സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന അതിൽ ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ പോയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് ഇത് പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ അതിൽ പറയാം കാരണം എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ നിർത്താതെ പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. വേറെ നല്ല എനിക്ക് ഭയങ്കര ബ്രീത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ശ്വാസം എടുത്തു വിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഫുഡ് ആൻഡ് ഹംഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലാണ് എടുത്തത്. വെറുതെ മോളങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാനതിൽ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ എടുക്കണുണ്ടപ്പോൾ ശരി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചാനൽ എടുത്തു. എന്നിട്ട് അതിലിങ്ങനെ ഇങ്ങനെ വെറുതെ ഫുഡിൻ്റെ അങ്ങനെ ചെറിയ ചെറിയ, ഒരുപാട് വലിയതൊന്നുമില്ല, ഇങ്ങനെ ചെറുങ്ങനെ ഫുഡിൻ്റെ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് വ്യൂ ഇതൊന്നുമില്ല. പിന്നെ അത് ശ്രദ്ധിക്കാണ്ടായിട്ട് അതങ്ങനെ ശ്രദ്ധിക്കാണ്ട് വിട്ടിട്ട് അങ്ങനെ ഉണ്ട്, ചാനലുണ്ട്, പക്ഷേ നമ്മളതിൽ വീഡിയോസൊന്നും ഇടാണ്ട് അങ്ങനെ പോയി. ഞാൻ ഒരു ഒരു വർഷം ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചാനൽ എടുത്തിട്ട് ആദ്യത്തെ ആ ഫുഡ് ആൻഡ് ഹംഗ്രി ചാനൽ അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒരു ചാനൽ എടുത്തു. അത് ഞാനിങ്ങനെ റീൽസും ഇതൊക്കെ അങ്ങനെ ചെറുങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ വീട്ടിലിങ്ങനെ ചെയ്യും, ഫോണിലിടും. അത് എൻ്റെ അസുഖത്തിൽ നിന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്നൊരു മൈൻഡ് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അസുഖത്തിൻ്റെ കാര്യം അത് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ അത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്, റീൽസ്. അപ്പോൾ ആ ഫുഡ് ആൻഡ് ഹംഗ്രിൻ്റെ ചാനലൊന്നും ചെയ്തില്ല, അതങ്ങനെ വെച്ചു. അപ്പോൾ ഞാൻ വേറൊരു എൻ്റെ ഈ യൂട്യൂബിലത്തെ എൻ്റെ പ്രൊഫൈൽ ആ പേര് വെച്ചിട്ട് തന്നെ സാബിറ മജീദ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി. പിന്നെ അതിലിങ്ങനെ ഷോർട്സും ഇതൊക്കെ ഇട്ടിട്ട് ആ ചാനലിങ്ങനെ കൊണ്ട് പോവുമായിരുന്നു. പിന്നെ വീഡിയോസ് ഇങ്ങനെ ഷോർട്സ് ഇതൊക്കെ ഇടുമ്പോൾ പല ഭാഗത്തും പല അഭിപ്രായങ്ങളും, പല എന്താ പറയുക, എന്ത് ചെയ്യുമ്പോഴും എല്ലാത്തിനും നെഗറ്റീവ് മാത്രം പറയാൻ കുറേ ആളുകളുണ്ടാവില്ല. അവിടുന്ന് ഇവിടുന്ന് ഫോഴ്സ് ചെയ്തിട്ടും കേൾക്കാൻ വയ്യ, ഒക്കെ അങ്ങനെ കേട്ട് ഇതാകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. പക്ഷേ മറ്റുള്ളവരുടെ ഇതൊക്കെ നോക്കാൻ നിന്നാൽ പിന്നീട് ഇപ്പം ഞാനത് നോക്കണില്ല കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കില്ല. പക്ഷേ ഇട്ടപാടൊക്കെ എനിക്കൊരു ഇങ്ങനെ ഓരോരുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ വീഡിയോസ് റീൽസൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ അതിൽ ചെയ്ത വീഡിയോസ് കുറേ ഡിലേറ്റ് ആക്കി. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുമായിരുന്നു ആ ചാനൽ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഇതായപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഷോർട്സ് ഡിലേറ്റ് ആക്കിയിട്ട് പിന്നെ എൻ്റെ ചാനൽ കുറേ എന്താ പറയുക, ഭയങ്കര വ്യൂ ഇല്ല, ഒന്നുമില്ല. ഡിലേറ്റ് ആക്കാൻ പാടില്ല അത്ര. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ചാനലിനെക്കുറിച്ചൊന്നും അറിയില്ല. ചാനലെടുത്ത് ഷോർട്സ് ഇട്ട് അങ്ങനെ ഒരു തന്നെ ഉള്ളൂ. അതെങ്ങനെയാണ് എന്താണെന്ന് ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പിന്നെ ചാനൽ കുറച്ച് അങ്ങനെ ആക്റ്റീവായിട്ട് വന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം. പക്ഷേ എനിക്ക് എങ്ങനെ സബ് ആവുക ഒന്നും അറിയില്ല. ആരുടെ ലൈവിൽ പോണത് എനിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു. ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒന്നിനും അറിയില്ല. സത്യം പറയാലോ, എനിക്ക് ചാനലിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. വെറുതെ ഷോർട്സ് ഇടും, അതന്നെ ചിലപ്പോൾ. പിന്നെ അങ്ങനെ പഠിച്ചപ്പോൾ അങ്ങനെ ഓരോന്ന് പഠിച്ച് വന്ന് ലൈവൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് ഞാനൊരു 7 മാസം 8 മാസം കഴിഞ്ഞിട്ടാണ് കൊണ്ട് ലൈവ് ഇട്ടിരിക്കുന്നത്. അത് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ട് മോളൊക്കെ പറയുമ്പോൾ ലൈവ് ഇട്ടാൽ അങ്ങനെ എല്ലാവരും അങ്ങനെ ഇടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇടാൻ തുടങ്ങിയത്. പിന്നെ അതിൽ കോപ്പിറൈറ്റ് വരുമ്പോൾ അത് ഏത് സോങ്ങിനാണ് കോപ്പിറൈറ്റ് ഒന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ഓരോ കണ്ടൻറ്റൊക്കെ ഇങ്ങനെ വേറെ ഓരോത്തിൻ്റെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ അതിൽ ഇടുന്നത് കാണുമല്ലോ, ഓരോത്തിൻ്റെ ഈ ഫുഡിൻ്റെയും പാട്ടും അതും ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇടണ്ടല്ലോ, അതേപോലെ എനിക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഓരോത്തിൻ്റെ ഷോർട്സ് ഇതൊക്കെ നോക്കിയിട്ട് അതിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ സിനിമയിലത്തെ റിയാക്ഷൻ. പിന്നെ ഞാൻ റീൽസ് ഒഴിവാക്കിയിട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ ഞാൻ റീൽസ് ചെയ്യണില്ല, അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റീൽസ് ഒഴിവാക്കിയിട്ട് പിന്നെ ഇത് ചെയ്യാൻ തുടങ്ങി. റിയാക്ഷനും ഫുഡ് റിയാക്ഷൻ, അങ്ങനെ കോമഡി റിയാക്ഷൻ, പിന്നെ വ്ളോഗ്, യാത്ര, അതൊക്കെ അതെപ്പോഴും ഇതാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ചാനൽ കുഴപ്പമില്ലാണ്ട് പോകുമ്പോഴാണ് കോപ്പിറൈറ്റ് കിട്ടിയിട്ട് ഞാൻ അത് അപ്പം തന്നെ ഡിലീറ്റ് ആക്കും. അത് എനിക്കറിയില്ല ഡിലീറ്റ് ആക്കാൻ പാടില്ല എന്ന്. ഞാൻ ആദ്യം അതേപോലെ അൺലിസ്റ്റ് ആക്കിയിട്ട് ചെയ്യണം ഷോർട്സ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അൺലിസ്റ്റ് ആക്കിയിട്ട് ഷോർട്സ് ചെയ്യേണ്ട വിവരമൊന്നും എനിക്കറിയില്ല. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ അറിഞ്ഞത്. ഞാൻ ആദ്യം നേരിട്ട് പബ്ലിക്കാക്കും, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കോപ്പിറൈറ്റ് കിട്ടി 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം കോപ്പിറൈറ്റ് കിട്ടിയിട്ട് ഞാൻ പിന്നെ അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ആക്കും. പിന്നെ നല്ല വലിയ സ്ട്രൈക്ക് കിട്ടി. ആ സ്ട്രൈക്ക് കിട്ടിയപ്പോൾ പിന്നെ ബ്ലോക്കാക്കി. ഞാൻ പിന്നെ വീഡിയോ ഇടുമ്പോഴൊന്നും അതിൽ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല യൂട്യൂബിൽ.
അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ 3 മാസത്തെ സ്ട്രൈക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഇത്രയും ഞാൻ ആക്റ്റീവായിരുന്നിട്ട് പെട്ടെന്ന് ഡള്ളായി, ഞാൻ ഭയങ്കര വിഷമമായി. എന്നാൽ ശരി, അപ്പോൾ വേറൊരു ഫുഡ് ആൻഡ് ആംഗ്രി എന്ന് പറഞ്ഞ ഒരു ചാനലില്ലേ, ആ ചാനലിൽ ഞാൻ വീഡിയോസ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ 3 മാസം നമുക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ, ആ ചാനൽ ആക്റ്റീവ് ആകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ചാനൽ എടുത്തതാണ് ഫുഡ് ആൻഡ് ആംഗ്രി. ഫുഡ് ആൻഡ് ആംഗ്രി എന്നുള്ള ചാനലിൻ്റെ പേര് മാറ്റിയിട്ട് മോട്ടിവേഷൻ വിത്ത് മീ എന്ന പേരിട്ടിട്ട് ഞാൻ അതിലൊരു അങ്ങനെ ഒരു ചാനൽ, ആ ചാനൽ തന്നെ അത് ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങി. അത് എടുത്ത് ഒരു മാസം ആകുമ്പോഴേക്കും നല്ലോണം അത് റീച്ചായി. 4000 സബ്ബൊക്കെ പെട്ടെന്നായി. 2-3 ഷോർട്സൊക്കെ നല്ല ഇത് റീച്ചായിട്ട് അങ്ങനെയായി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാബിറ മജീദ് ചാനലിൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇതിട്ട് നോക്കിയപ്പോൾ അതിൽ ഷോർട്സ് ഇടാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ 3 മാസത്തെ സ്ട്രൈക്ക് മാറിയിട്ട് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും, ഒരു 7 ദിവസം കൊണ്ട് ഇടാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പം പക്ഷെ അതിൽ ഇടാൻ പാടില്ല. അതെനിക്കറിയില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ. ഇടാൻ പറ്റുകയാണെങ്കിലും നമ്മൾ ഇടാൻ പാടില്ലായിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ വീണ്ടും ഇടാൻ തുടങ്ങി. അതിലിടാൻ തുടങ്ങിയപ്പം 2 ചാനലിലും ഭയങ്കര വ്യൂവും കുറഞ്ഞു, ലൈവിലും ആളില്ല. ലൈവിൽ ഒരാൾ പോലും വരാത്ത ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വിഷമമായി. അപ്പോൾ പിന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാബിറ മജീദ് ചാനലിൽ 2ാം പ്രാവശ്യം ഒരു സ്ട്രൈക്ക്, അതും വലിയ സ്ട്രൈക്ക്. അതും കൂടി വന്നപ്പോൾ പിന്നെ പറയണ്ട, മൊത്തം പ്രോബ്ലമായി. പിന്നെ നോക്കുമ്പോൾ അതിൽ പ്രോബ്ലം ആയപ്പോൾ ഈ മോട്ടിവേഷൻ ചാനലും അത് ബാധിക്കും. അതിൽ എന്തുണ്ടെങ്കിലും വ്യൂ കുറയുക, എന്തുണ്ടെങ്കിലും ഈ ചാനലും അതേപോലെ. പിന്നീടാണ് മനസ്സിലായത്, ഒരു ഫോണിൽ 2 ചാനലും ഒരു ഫോണിലും 2 ചാനലും ഒരു ഫോണിൽ പാടില്ല, ഒരു നമ്പറിലും 2 ചാനൽ പാടില്ല. അപ്പോൾ ആ ചാനൽ എന്ത് ഉണ്ടെങ്കിലും ഇതിൽക്കും ബാധിക്കും. അങ്ങനെയാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്. ഈ ഫോണ് ഇങ്ങനെ പാടില്ല എന്നുള്ള ഇതുണ്ടായത്. അത് വേറെ ആൾ അങ്ങനെ പിന്നെ യൂട്യൂബേഴ്സിൽ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അവരെന്നെ പറഞ്ഞത് ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഞാൻ ഒരു ഫോണ് സെക്കൻഡ് ഹാൻഡ് ഒന്ന് വാങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ ഫോണ് ചാനൽ വേറെ ഫോണിലേക്ക് മാറ്റി. വേറെ ഫോണിലേക്ക് ചാനൽ മാറ്റുകയൊക്കെ ചെയ്ത്, പക്ഷേ എൻ്റെ ഫോണിലേക്ക് മാറ്റിയപ്പോഴും അതിൻ്റെ ഇത് ബാധിക്കുന്നുണ്ടായിരുന്നു. വലിയ വ്യൂ ഒന്നുമില്ല. അങ്ങനെ നല്ല റീച്ചായ ചാനൽ പെട്ടെന്ന് വ്യൂ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. അതും അതിനേക്കാളും വിഷമമായി, മറ്റേ ചാനലിനേക്കാളും എന്താണ് സ്ട്രൈക്ക് കിട്ടിയതിനേക്കാളും ഭയങ്കര വിഷമം. അപ്പം ഞാൻ എൻ്റെ 2 ഫോണിലും ഈ 2 ചാനലും ഒരു ഫോണിലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ക്രോമിൽ പോയിട്ട് സൈൻ ഔട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചാനൽ ഈ ഫോണിലേക്ക് ആക്കുമ്പോൾ. പക്ഷേ അത് ആ ഫോണിൽ അതിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ആ യൂട്യൂബിൽ നിന്ന് അത് പോണേ ഇല്ല. ആ മോട്ടിവേഷൻ അത് മറ്റേ ഫുഡ് ആൻഡ് ആംഗ്രി എന്നുള്ള പേരിൽ തന്നെ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ്, അപ്പോൾ അതിൽ കിടക്കണ കാരണമായിരിക്കും ഇതിലേക്ക് വീണ്ടും അതേപോലെ തന്നെ ആകുന്നത്. എന്താ പറയുക, ഇത് സ്പാമായി പോവുക, വ്യൂ ഒക്കെ സ്പാമായി പോവുക, സബ് സ്പാമാവുക, ഭയങ്കര റീച്ച് കാണിച്ച വ്യൂവിന് കുറഞ്ഞ് വരിക. അപ്പം എന്നാൽ ശരി, ആ ഫോണിൽ നിന്ന് അതൊന്ന് ഡിലീറ്റ് ആക്കാൻ എന്താ വഴിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോളോട് പറഞ്ഞു, അതിനൊന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റുമോ. ശരിയെന്ന് വിചാരിച്ചിട്ട് മോൾ അതിന് ഡിലീറ്റ് ആക്കാൻ ശ്രമിച്ചാണ്. നോക്കുമ്പോൾ ഡിലീറ്റ് സൈൻ ഔട്ട് കൊടുത്തിട്ട് ശരി നോക്കുമ്പോൾ ആ ചാനൽ യൂട്യൂബ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അവരന്ന് നമ്മൾ പറഞ്ഞപ്പോൾ എത്രയോ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം വരെ ഡിലീറ്റ് ആയിട്ടുന്നില്ല. അപ്പോൾ എന്നാൽ ശരി എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി ശ്രമിച്ചാണ്. ആ ശ്രമത്തിൽ എൻ്റെ ചാനൽ പോയി. സത്യം പറയാലോ, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ചാനലും പോയി, മറ്റേ ചാനൽ സ്ട്രൈക്കും കിട്ടി, മൊത്തം സാഡായി. അപ്പോൾ എനിക്ക് ബ്രീത്ത് ഭയങ്കര ബുദ്ധിമുട്ട് സംസാരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി പറയാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.